بسم الله الرحمن الرحيم إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون
ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ويا من لها إن المحاسين كلها بدار بها ما لا على القلب يخطر ولا سمعت أذن ولا العين أبصرت وما تستهيه النفس في الحال يحضر يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്ത് യാസീൻ അതിൻ്റെ ആദ്യഭാഗം മുതൽ 54ഓളം ആയത്തുകൾ നാം ഇതുവരെയായി സംസാരിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായി നമുക്ക് സൂറത്ത് യാസീൻ പൂർത്തീകരിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി അവൻ കബൂൽ ചെയ്യട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്ത് യാസീൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം വിവരിക്കലും അവിടുത്തേക്ക് ശക്തി പകരലും അവിടുന്ന് പഠിപ്പിച്ച ആശയം അത് ഉൾക്കൊള്ളുന്നവന് മാത്രമേ വിജയികളിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കലുമാണ്. അതോടുകൂടി തന്നെ ഏറ്റവും പ്രധാനമായി സൂറത്ത് യാസീനിൽ വിവരിക്കുന്നത് മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചുമാണ്. അല്ലാഹുവിൻ്റെ അപാരമായ കഴിവിനെ സംബന്ധിച്ചും അവന്റെ അധികാരത്തെക്കുറിച്ചും അവന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം അല്ലാഹു നമ്മെ ലോകത്തെ തട്ടി ഉണർത്തുന്നു സൂറത്ത് യാസീനിലൂടെ. അതോടുകൂടി തന്നെ ഏതൊരു മനുഷ്യനും അല്ലാഹുവിൻ്റെ അടുക്കൽ ഹാജരാക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും അവനവൻ ചെയ്ത പ്രവർത്തനത്തിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആൻ സൂറത്ത് യാസീൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് അന്ത്യനാൾ
സംഭവിക്കുന്ന സന്ദർഭങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ഒന്നാമത്തെ ഊത്തിനെ സംബന്ധിച്ചും രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ചും വലിയ കുലുക്കുന്ന ശബ്ദത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഊത്ത് നടക്കുമ്പോൾ ഏത് മനുഷ്യനും അല്ലാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരാണ് എന്ന് ഇന്നലെ നാം 53-ാമത്തെ ആയത്ത് വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ. അങ്ങനെ അല്ലാഹുവിങ്കൽ ഹാജരാക്കപ്പെടുന്ന ആ വലിയ ദിവസം ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, ഒരൊറ്റ ദിവസത്തിന് 50,000 വർഷം അത്രയും ദൈർഘ്യമുണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിച്ച ആ വലിയ ദിനം അന്ന് ആരെയും ആക്രമിക്കപ്പെടുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ പ്രതിഫലം മാത്രമാണ് പ്രതിഫലം ആയി തിന്മകൾ ചെയ്തവർക്ക് നൽകപ്പെടുന്നത്. അതേസമയം നന്മകൾ ചെയ്തവർക്ക് ഓരോ നന്മക്കും ചുരുങ്ങിയത് 10 ഇരട്ടി വീതം അല്ലാഹുവിന്റെ അനുഗ്രഹമായി അവൻ പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതവന്റെ കാരുണ്യമാണ്. എല്ലാം വാസ്തവത്തിൽ അവന്റെ കാരുണ്യമാണ്. കാരണം ഏത് സൽക്കർമ്മം ചെയ്തതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകേണ്ട ആവശ്യം ഇല്ല. കാരണം ഏതൊരു മനുഷ്യൻ ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തികളെല്ലാം അല്ലാഹു നൽകിയ ശരീരം കൊണ്ടും അവൻ നൽകിയ മനസ്സുകൊണ്ടും അവൻ നൽകിയ നാവ് കൊണ്ടും അവൻ നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടും മാത്രമാണ്. ഒരാൾക്കും സ്വന്തമായി ഒന്നുമില്ല. എന്റെ കൈ ഞാൻ സൃഷ്ടിച്ചതല്ല, എന്റെ കാല് ഞാൻ പടച്ചതല്ല, എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ നാവ്, എന്റെ മനസ്സ്, എന്റെ ബോഡി, എന്റെ ആത്മാവ് ഒന്നും എന്റേതല്ല. അതെല്ലാം അതിന്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവൻ എനിക്ക് തന്നതെല്ലാം എനിക്ക് ലഭിച്ചു. അവൻ ഉദ്ദേശിക്കാത്തത് എനിക്കൊന്നും ലഭിക്കുകയില്ല. അവൻ ഉദ്ദേശിച്ചത് തടഞ്ഞുവെക്കാൻ ലോകത്ത് ഒരു ശക്തിയും ഇല്ല. അങ്ങനെ സർവാധിപതിയായ റബ്ബ് അവന്റെ ഇഷ്ടപ്രകാരം കനിഞ്ഞേകിയതാണ് മനുഷ്യന്റെ ശരീരവും അവയവങ്ങളും സമയവും എല്ലാം. ആ ശരീരം കൊണ്ട് ലോകസൃഷ്ടാവായ റബ്ബിന് നന്ദി ചെയ്യുന്നതും അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതും അവൻ വിരോധിച്ചത് കൈയൊഴിക്കുന്നതും വാസ്തവത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ കടപ്പാടാണ്. അതിന്റെ പേരിൽ ഒരു പ്രതിഫലവും നമുക്ക് നൽകേണ്ടതില്ല. കാരണം അല്ലാഹു തന്ന വസ്തുക്കൾ ഉപയോഗിച്ചതിന് എന്തിനാണ് നമുക്ക് പ്രതിഫലം? എന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളൊരു വസ്തു, ആ ഉടമസ്ഥാവകാശത്തിലുള്ളൊരു വസ്തു നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരാത്ത വിധം ഉപയോഗിക്കാൻ ഞാൻ തന്നാൽ ആ വകയിൽ, പിന്നെ ഉപയോഗിച്ച വകയിൽ നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം തരേണ്ടതുണ്ടോ?
ഞാൻ ആ വസ്തുക്കൾ യാതൊരു കേടുമില്ലാതെ സംരക്ഷിക്കുകയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സൗകര്യം ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് വല്ല നന്ദിയും ചെയ്താൽ ആ നന്ദിയിലേക്കൊരാവശ്യവുമില്ലാത്തവനാണ് ഞാനെങ്കിൽ പിന്നെ എന്തിനാണ് പ്രതിഫലം നൽകുന്നത്? അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പറയാൻ തീർച്ചയായും ന്യായമില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന കണ്ണ്, ആ കണ്ണ് അതിൽ ആർക്കും ഒരു പങ്കും ഇല്ല. അവൻ നൽകിയതാ, അവൻ സൃഷ്ടിച്ചതാ. ആ കണ്ണുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് നോക്കാം. അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന കാത്, ആ കാത് കൊണ്ട് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് കേൾക്കാം. അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താ? ഇതുപോലെ ഓരോ അവയവങ്ങളും നിങ്ങൾ നോക്കൂ. അല്ലാഹു നമുക്ക് കൈ തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, കാല് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, നാവ് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, സംസാരശേഷി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഗ്രാഹ്യശക്തി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, വെള്ളവും ഭക്ഷണവും തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഓരോന്നും ചിന്തിച്ചു നോക്കൂ. നമ്മുടെ എത്രയെത്ര ജീവിതോപാധികളാണ് മുടങ്ങിപ്പോവുക. എന്തെല്ലാം പ്രയാസങ്ങളാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നതിന് നാം അനുഭവിക്കേണ്ടി വരിക. പക്ഷേ അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അവൻ സർവ്വ അനുഗ്രഹങ്ങളും തന്നു. ആ അനുഗ്രഹങ്ങളൊക്കെ തന്നതിന് ശേഷം അവനതാ നിങ്ങളത് ഉപയോഗിച്ചോളൂ, പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങൾ 5 നേരം നിസ്കരിക്കണം. അത് നിങ്ങൾക്ക് പാരത്രിക ലോകത്ത് നന്മ ലഭിക്കുന്നതിന്റെ പുറമെ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. പരിപൂർണമായ എക്സൈസ് അല്ലേ വാസ്തവത്തിൽ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ളത്? അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ? ഇനി നിങ്ങൾക്ക് മനസ്സമാധാനം, ഏതൊരു മനുഷ്യന്റെയും മനസ്സിന് ഒരു ചെറിയ വിശ്രമം വേണ്ടേ? എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ മനസ്സ് നീങ്ങി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അതിൽ നിന്നെല്ലാം മനസ്സൊന്ന് മാറ്റി അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന ഏറ്റവും മഹത്തായ വാചകം ഉച്ചരിച്ചുകൊണ്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ, പരിപൂർണമായി അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാജാവിലേക്ക്, ഏറ്റവും കൂടുതൽ അനുഗ്രഹം തന്ന രാജാവിലേക്ക്, ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട രാജാവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് സംഭാഷണം നടത്തുന്ന മനുഷ്യൻ അവന്റെ നെഞ്ഞുകൊണ്ടതാ അവൻ ഏറ്റവും ആദരിച്ച, ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിലേക്ക് അവന്റെ മനസ്സ് തിരിച്ച് അവൻ മക്കയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അവന്റെ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ മുന്നോട്ട് നീങ്ങിയപ്പോ നിസ്കാരത്തിന്റെ ലാസ്റ്റെത്തുമ്പോൾ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹുവുമായി നല്ല സാമീപ്യം ലഭിച്ചപ്പോ അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, സുജൂദ് ചെയ്യുമ്പോഴാണ് വലിയ സാമീപ്യം ലഭിക്കുന്നത്. ഓ സഹോദരന്മാരെ, ആ സാമീപ്യം ലഭിച്ചതിന് ശേഷം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹുവിന് കാണിക്കവെക്കുന്ന, അല്ലാഹുവിന് കാഴ്ചവെക്കുന്ന, തിരുമുൽ കാഴ്ചവെക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തോടുകൂടി മോമിനായ മനുഷ്യന്റെ മനസ്സ് അതേ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് നീങ്ങി. അങ്ങനെയാണല്ലോ
അതാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ അങ്ങയ്ക്ക് സലാം. മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കാരം തുടങ്ങിയ മനുഷ്യൻ ആത്മീയമായ പുരോഗതിയിൽ ഉയർന്നുയർന്നു പോയപ്പോൾ അവനതാ മദീനയിലെത്തി. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് അവന്റെ മനസ്സെത്തി. അവൻ വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബി ആയവരെ അങ്ങയ്ക്ക് സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് മനസ്സെത്തിയ മനുഷ്യൻ ഒരിക്കലും തന്നെ അവൻ പരാജയപ്പെട്ടു പോകൂല. അവൻ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച മറ്റുള്ള മുഅ്മിനീങ്ങളെ മറന്നു പോകൂല. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവിനോട് സംഭാഷണത്തിന് ഒരുങ്ങി പുറപ്പെട്ടതിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രവർത്തനം തുടങ്ങിയ മനുഷ്യൻ, മക്കയിലേക്ക് തിരിഞ്ഞ് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച മനുഷ്യൻ ആത്മീയമായി റബ്ബിലേക്ക് അടുത്തടുത്ത് വന്നപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണും പോലെ നബി തങ്ങളിലേക്ക് മനസ്സെത്തിയപ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബി തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആര് എവിടൊന്ന് വിളിച്ച് സലാം പറഞ്ഞാലും മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫഅറുദ്ദ അലൈഹി സലാം. ഏതൊരു മനുഷ്യൻ എനിക്ക് മുഅ്മിനായ മനുഷ്യൻ എവിടെ വെച്ച് സലാം പറഞ്ഞോ ആ സലാം ഞാൻ മടക്കുന്നതാണ്. ആ സലാം മടക്കാൻ എൻ്റെ ആത്മാവിനെ എനിക്ക് അല്ലാഹു തിരിച്ചു തന്നിട്ടുണ്ടാകും. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞ ഉമ്മമാരെ, സലാം പറഞ്ഞ ചെറുപ്പക്കാരെ, നബി തങ്ങൾക്ക് സലാം പറഞ്ഞ കാരണവന്മാരെ, ആ സലാം മദീനയില്ലതാ അറിഞ്ഞുപോയി, കേട്ടുപോയി. അവിടെ നിന്ന് സലാം മടക്കുന്നു. വഅലൈക്കുമുസ്സലാം, നിനക്കും സമാധാനമുണ്ട് മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സമാധാനത്തിന്റെ ഒരാശംസ, സമാധാനത്തിന്റെ ഒരു സന്ദേശം അതേ അവിടുത്തെ അനുയായികൾക്ക് ദിവസേന 5 നേരം കിട്ടിക്കൊണ്ടിരിക്കണം. 5 നേരം ആ മഹാനായ നേതാവുമായി ഈമാനുള്ള മനുഷ്യന്റെ മനസ്സും ആത്മാവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അറിയാമല്ലോ സുഹൃത്തുക്കളെ, നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതുപോലെ പല വസ്തുക്കളുമുണ്ടല്ലോ. ആ ഫോണിന് നിങ്ങൾക്ക് ശബ്ദം കിട്ടണമെങ്കിൽ, സംസാരം നടക്കണമെങ്കിൽ ബാറ്ററിക്ക് ചാർജ് ചെയ്യണം. ഈ ചാർജ് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുമ്പോഴാണത് നിലനിൽക്കുന്നത്. എന്നാൽ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയ ദിക്റിലൂടെ മനുഷ്യന്റെ ഈമാനിന്റെ ശക്തി കൂട്ടുന്ന പ്രവർത്തനങ്ങളുമായി നിസ്കാരത്തിൽ മനുഷ്യൻ ആത്മീയമായ സഞ്ചാരം നടത്തുമ്പോ അത് 5 നേരം അല്ലാഹുവുമായുള്ള സംഭാഷണം നടക്കുന്നതിനിടയിൽ ആത്മീയമായ അതേ ശക്തി കൂടാൻ, ആത്മീയമായ കരന്റ് വർദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെട്ടതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ആ സമയത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആത്മീയമായി മനുഷ്യന് സഹായം ലഭിക്കുന്നു. അവിടുന്ന് പറയുകയാണല്ലോ, വഅലൈക്കുമുസ്സലാം, നിനക്കും സമാധാനമുണ്ട്. ആ സമാധാനത്തിന്റെ സന്ദേശം അവിടുന്ന് കിട്ടുകയെന്നത് വലിയ സഹായം തന്നെ, ആത്മീയ രംഗത്ത് വലിയ സഹായം തന്നെ, ഈമാനിന്റെ വർധനവിന് വളരെ കൂടുതൽ സഹായം തന്നെ. അതുകൊണ്ട് തന്നെയല്ലേ അവിടുന്ന് പറഞ്ഞത്, ഇന്നൽ ഈമാന യഗ്രിസു ഇലൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ അതാ മദീനയിലേക്ക് മടങ്ങുന്നതാണ്. മദീനയുടെ സവിശേഷത എന്താണ്? അവിടെയല്ലേ
ഏറ്റവും വലിയ നേതാവായ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത് ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, മദീനയിലേക്ക് അതാ ചെന്ന് കൊടുന്നു ഈമാൻ. അതേ സുഹൃത്തുക്കളെ, സഹീഹായ ഹദീസല്ലേ, ആ മദീനയിലേക്ക് ഈമാനുള്ള മനുഷ്യൻ സന്ദേശമയച്ചു. അതല്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടതാ സന്ദേശം ലഭിക്കുന്നു, വഅലൈക്കുമുസ്സലാം. ആ സന്ദേശം ലഭിക്കുന്നതോടുകൂടി, നേതാവിന്റെ സപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി, നേതാവിന്റെ ആശംസ ലഭിക്കുന്നതോടുകൂടി ആത്മീയമായി മനുഷ്യന്റെ പവർ വർദ്ധിക്കുകയാണ്. അങ്ങനെ 5 നേരം ആ നേതാവുമായി ബന്ധപ്പെടണമെന്നാണ് നിയമം. അതല്ലേ 5 നേരത്തെ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള പല രഹസ്യങ്ങളിൽ ഒരു രഹസ്യം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ, അതേ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, അറിയാൻ കഴിയും. എല്ലാം അവന്റെ ശരീരത്തിന് ഗുണകരമാണ്. പരിശുദ്ധ ദീൻ കൽപ്പിച്ചത് മുഴുവനും. നിസ്കാരത്തിൽ അവന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു, ഹബീബായ നേതാവിലേക്ക് തിരിഞ്ഞു. അവന്റെ മനസ്സിന് ഏറ്റവും സന്തോഷമുള്ള സമയം അതല്ലേ സുഹൃത്തുക്കളെ, വഖുർറത്തു ഐനി ഫിസ്സലാഹ്. നിങ്ങളെ ദുനിയാവിൽ നിന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി ഒന്ന് അത്തറാണ്, ഒന്ന് ഭാര്യമാരാണ്. എന്നാൽ എന്റെ മനസ്സിന് ഏറ്റവും കൺകുളിർക്കുന്ന സമയം നിസ്കാരത്തിലാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ് സമാധാനത്തിന്റെ വഴി കണ്ടെത്തുന്ന സമയം. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുമ്പോ അവിടുന്ന് നമുക്ക് സലാം മടക്കുന്നു. ആ സലാം മടക്കി കിട്ടണം എന്ന നിലക്ക് തന്നെയാണ് സലാം പറയുന്നത്. അതിനാൽ അത് നബിയിൽ നിന്ന് സഹായം തേടലാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ജൗഹറുൽ മുനല്ലം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. അതുപോലെ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ വിശദീകരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആത്മീയ സഹായം ലഭിക്കുന്ന നിസ്കാരം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന നിസ്കാരം, അതിലൂടെ മനസ്സിന്റെ ഭൗതികമായ അതാ ഹാലുകളും മലമ്പുകളുമൊക്കെ മനസ്സിൽ നിന്നൊന്ന് മാറ്റിവെച്ച് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സമയം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ മുതഅല്ലിമീങ്ങളെ ചിലർക്ക് സംശയമുണ്ടാകും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബി തങ്ങളോട് പറയുന്നത് നമുക്ക് സഹായം ലഭിക്കാനാണെന്നല്ലേ പറഞ്ഞത് ഇമാമിങ്ങൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നില്ലേ? അത് മുഖേനയും സഹായം ലഭിക്കാനാണോ? ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, അതിനെ സംബന്ധിച്ച് ഞാൻ വേറെ ചില വേദികളിൽ വിശദമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. അത് അഫ്ളലു ദുആ, പടച്ചവനോടുള്ള തേട്ടത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിനാണെന്നാണ് അതിന്റെ അർത്ഥം. ആ വാക്ക് നമ്മൾ പറയുമ്പോ ഇതുവരെയും തന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബ് നമ്മളോട് പറഞ്ഞതല്ലേ, ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ കൂടുതൽ തന്നുകൊണ്ടിരിക്കും ഞാന്. അപ്പൊ അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് പറയുമ്പോ റബ്ബിൽ നിന്ന് കൂടുതൽ കൂടുതൽ കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്
എന്ന വാക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ഏറ്റവും ബഹുമാനമുള്ള പ്രാർത്ഥനയാണ്, തേട്ടമാണ്. അതിന്റെ അർത്ഥം സർവസ്തുതിയും അല്ലാഹുവിനാണ്. അതിലൂടെ തേടുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്, വർദ്ധനവിനെ തേടുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അല്ലാഹുവും പറയുന്നില്ലേ അൽഹംദുലില്ലാഹ്? ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട് അല്ലാഹുവിന്റെ വചനം? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. ഫാത്തിഹ സൂറത്തിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അവിടെ അള്ളയും തേടുകയാണോ എന്നൊരു മനുഷ്യൻ ചോദിച്ചാൽ അവനോട് പറയാനുള്ളത്, അല്ലാഹു തആല അവനോട് തേടുകയല്ല, അവനെ പുകഴ്ത്തുകയാണ്. ആ പുകഴ്ത്തുന്നതിലൂടെ പുകഴ്ത്തലും തേടലും അതാ ലോക ജനങ്ങൾക്ക് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല പറയുമ്പോൾ അല്ലാഹുവിനോട് തേടലല്ല. എന്നാൽ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ അവിടുന്ന് തേടലല്ലെന്ന് വന്നാൽ തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന വാക്കുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തേടുകയാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞതിനൊരു തകരാറുമില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടാവല്ല, സൃഷ്ടിയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് തന്നെ റസൂലുള്ളാഹിനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂലിന് തന്നെ നബിതങ്ങൾ മുഖേനയുള്ള സഹായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ സ്വന്തം ശരീരത്തിന് അവിടുന്ന് റഹ്മത്തല്ലെന്നാരും തെറ്റിദ്ധരിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് മുഖേനയുള്ള എല്ലാ നന്മയും അവിടുത്തെ ശരീരത്തിനും ബാധകം തന്നെ. മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസുൽ ഹകീം. ഏത് മഹാന്മാരോട് തേടിയാലും സഹായം കൊടുക്കുന്നവൻ അല്ലാഹയാണ്. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നതിലൂടെ സഹായം കൊടുക്കുന്നവൻ അല്ലാഹയാണ്. ആ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ലഭിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ശരീരത്തിന് നിസ്കാരം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് നല്ല എക്സസൈസ് ലഭിക്കുന്നൊരു കർമ്മമാണ്. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹുവിലും അവന്റെ ഹബീബിലേക്കും മനസ്സ് തിരിഞ്ഞുകൊണ്ട് മനസമാധാനം ലഭിക്കുന്ന ഒരു കർമ്മമാണ്. ഇനിയും കണ്ടോ, അല്ലാഹുവിന് കാഴ്ചവെച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞു. നബി തങ്ങളിൽ നിന്നതാ ഇങ്ങോട്ട് സലാം മടക്കി കിട്ടുന്നതോടുകൂടി മനുഷ്യന് അതാ സമാധാനം ഉറപ്പാകുന്ന രംഗമാണ്. അതുകൊണ്ട് തന്നെയല്ലേ അസ്സലാമു അലൈനാ, നമ്മൾക്കും സമാധാനത്തിന്റെ സന്ദേശം അത് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ആത്മീയമായി അവൻ ഉയർന്നു വന്നു. അതേ അസ്സലാമു അലൈനാ പോരാ, നബിതങ്ങൾ മുഖേന ആരാണോ അല്ലാഹുവിലേക്ക് അടുക്കുന്നത്, അങ്ങനെയുള്ള ഒരൊറ്റ മനുഷ്യനും അവിടുത്തെ അനുയായികളെയും അവിടുത്തെ ബഹുമാനിക്കുന്ന ഒരൊറ്റ മോമിനെയും അവൻ മറന്നു പോകൂല. അവനൊരു സ്വന്തം കാര്യത്തിന്റെ ആളാകൂല, അവൻ സമൂഹത്തിന്റെ ആളായിരിക്കും. അതാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ നല്ലവർക്കും അതേ സമാധാനത്തിന്റെ സന്ദേശം. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളുമായും മനുഷ്യൻ ബന്ധപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒറ്റയ്ക്കിരിക്കുമ്പോഴല്ലേ സമാധാനമില്ലാത്തത്? മനസ്സിന് സമാധാനം മഹാന്മാരുമായി ബന്ധപ്പെടുമ്പോഴല്ലേ? ആ സമാധാനത്തിന്റെ വകുപ്പും അവിടെ അതാ നമ്മൾ കാണുകയാണ്. ആകയാൽ നിസ്കാരം എന്ന് പറയുന്നത് പ്രയാസമുള്ള വിഷയമല്ല, മനുഷ്യന് ഏറ്റവും സന്തോഷമുള്ള വിഷയമാണ്. പക്ഷേ ഈമാനുണ്ടാകണം. ഇനി നിങ്ങൾ സക്കാത്ത് എടുത്തോളൂ.
സക്കാത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വത്ത് സംസ്കരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി സ്വത്തിന് സമ്പത്തിന് സംസ്കരണം നടക്കുകയാണ്. അവന്റെ ശരീരത്തിലെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. അതും മനുഷ്യന് നന്മ ചെയ്യുന്നു. ഒരിക്കലും തന്നെ സക്കാത്ത് കൊടുത്തിട്ട് പാവപ്പെട്ടവനുമായി പോയ ഒരു ചരിത്രവും ലോകത്തില്ല, അതുണ്ടാവുകയില്ല. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. പലിശ മുതലിനെ അല്ലാഹ് മായ്ച്ചു കളയും, സദഖ മുതലിനെ അല്ലാഹ് വളർത്തുമെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ധർമ്മത്തിലൂടെ ഒരൊറ്റ മനുഷ്യന്റെ ധനവും ചുരുങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിച്ചു. ഇനി നിങ്ങൾ നോമ്പെടുക്കൂ, വൈദ്യന്മാരോട് ചോദിക്കൂ, ഡോക്ടർമാരോട് ചോദിക്കൂ, നോമ്പെടുക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് എത്ര ഗുണകരമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഹജ്ജിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നു. യാത്രയെക്കുറിച്ച് ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ പറഞ്ഞിട്ടുണ്ടല്ലോ. യാത്ര എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഒലിക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്യപ്പെടുന്നത് പോലെ, അത് തെളിയുന്നത് പോലെ അതാ യാത്ര പോകുന്നവന്റെ സംസ്കാരം തെളിയുന്നു, സ്വഭാവം തെളിയുന്നു. കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് പവറില്ല. എങ്കിൽ ഹജ്ജിന് വേണ്ടി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പോകുന്നവർ, ഉംറയ്ക്ക് വേണ്ടി പോകുന്നവർ, അതേ സിയാറത്തിന് വേണ്ടി പോകുന്നവർ, അവരുടെ യാത്ര അതവരുടെ സംസ്കരണത്തിന് വളരെ ഉപകാരപ്രദം തന്നെ. അതിലേറ്റവും പ്രധാനപ്പെട്ടതല്ലേ ഹജ്ജ്. അതും അവർക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം കിട്ടാനും ഒരുപാട് നന്മക്കും കാരണമല്ലേ. ഇനി നിങ്ങൾ ഇതുപോലെ ശരീഅത്തിന്റെ നിയമങ്ങൾ ഏതെടുത്തോ, മനുഷ്യന് പ്രയാസമുള്ള ഏത് വിഷയമാ ഉള്ളത്, തകരാറുള്ള ഏത് കാര്യമാ ഉള്ളത്, ഇനി അല്ലാഹു തആല വിരോധിച്ച വിഷയങ്ങൾ നിങ്ങൾ എടുത്തോ. അഴിമതിയാണെങ്കിലും ശരി, അനീതിയാണെങ്കിലും ശരി, അക്രമമാണെങ്കിലും ശരി, മദ്യപാനമാണെങ്കിലും ശരി, ചൂഷണമാണെങ്കിലും ശരി, പലിശയാണെങ്കിലും ശരി, ചതിയാണെങ്കിലും ശരി, കള്ളം പറയലാണെങ്കിലും ശരി, അതേ ചീത്ത പറയലാണെങ്കിലും ശരി, അതുപോലെ തന്നെ തെറി പറയലാണെങ്കിലും ശരി, കുടുംബ ബന്ധം മുറിക്കലാണെങ്കിലും ശരി, അയൽവാസിയുമായി പിണങ്ങലാണെങ്കിലും. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് വിഷയം പരിശുദ്ധ ദീൻ വിരോധിച്ച കാര്യങ്ങളെടുത്തോ, അതൊക്കെയും കൈയൊഴിക്കുന്നതല്ലേ ഒരു മനുഷ്യന്റെ മാന്യതക്ക് നല്ലത്? അതല്ലേ മനുഷ്യൻ നല്ലവനായി ജീവിക്കുന്നു എന്നതിന് വേണ്ടത്? അതല്ലേ മനുഷ്യന് ശല്യപ്പെടുത്തുന്ന വിഷയങ്ങൾ മാത്രമല്ലേ അല്ലാഹു തആല വിരോധിച്ചത്? ആകയാൽ വിരോധിക്കപ്പെട്ടത് കൈയൊഴിക്കുകയും കൽപ്പിക്കപ്പെട്ടത് എടുക്കുകയും ചെയ്യുന്നത് മനുഷ്യ നന്മയല്ലേ? ഈ മനുഷ്യന്റെ ഗുണകരമായ പ്രവർത്തനം ചെയ്തതിന് പടച്ചവൻ പ്രതിഫലം കൊടുക്കേണ്ടതുണ്ടോ? ചോദിക്കട്ടെ. വൈദ്യരെ മുന്നിൽ നിന്ന്, അതേ അല്ലെങ്കിൽ ഒരു കുരിക്കള മുന്നിൽ നിന്ന് കുട്ടികൾ അതാ പ്രാക്ടീസ് എടുത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ അദ്ദേഹം അതാ ഒരൽപ്പം അതാ അദ്ദേഹം അവിടെ വെച്ചിട്ട് റിയാദ നടത്തിയതിന്റെ പേരിൽ, എക്സസൈസ് എടുത്തതിന്റെ പേരിൽ ആ വൈദ്യർക്ക് വൈദ്യർ ഇങ്ങോട്ട് വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? ഇല്ലെന്നാണ് നിങ്ങളെ മറുപടിയെങ്കിൽ ചോദിക്കട്ടെ. ശരീരവും ശരീരത്തിന്റെ ഭാഗങ്ങളും ആത്മാവും മനസ്സും ആരോഗ്യവും ഭക്ഷണവും വെള്ളവും മുഴുവനും തന്ന റബ്ബ് വല്ല പ്രതിഫലവും നമ്മൾക്ക് തരേണ്ടതുണ്ടോ? ഇല്ലേ? ഇല്ല. നമ്മക്കങ്ങനെ പ്രതിഫലത്തിന് അർഹതയും യോഗ്യതയും ഇല്ല. എന്നാലും അവന്റെ കാരുണ്യമാണ് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞതുപോലെ നിന്റെ സ്വന്തം ശരീരം നിന്റെ ശരീരത്തിനും ആത്മാവിനും ഗുണകരമായ നിലക്ക് നീ ഉപയോഗിച്ചാൽ നിന്നെ ഞാൻ ആദരിക്കുന്നു, നിനക്ക് ഞാൻ സമ്മാനം തരുന്നു, അതിന് ഞാൻ പ്രതിഫലമെന്ന് പേര് വെക്കുന്നു. നിനക്ക് അർഹത ഉണ്ടായിട്ടല്ല, നിനക്ക് തരേണ്ടതില്ല, നീ ഇങ്ങോട്ടൊന്നും ചെയ്തു തന്നിട്ടില്ല. എനിക്ക് നിന്റെ നിസ്കാരവും നോമ്പും
ഒന്നും ആവശ്യമില്ല. നീ കള്ള് കുടിച്ചാലും വ്യഭിചരിച്ചാലും ഒന്നും എനിക്കിവിടെ ഒന്നും സംഭവിക്കാനുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ നടക്കുന്ന അനുസരണമുള്ള അടിമക്ക് ഞാൻ എന്റെ വകയിൽ സമ്മാനം നൽകുന്നു, ഞാൻ എന്റെ വകയിൽ ആദരവ് നൽകുന്നു. ആ ആദരവിന് പ്രതിഫലമെന്ന് പേര് വെക്കുന്നു. അതാണ് സുഹൃത്തുക്കളെ ഇന്നലെ നാം ഓതി വെച്ച ആയത്ത്, ഫല്യൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈആ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം, ആ പ്രതിഫലമാണ് നൽകുന്നത്. ഇനി നിങ്ങളതാ എല്ലാം തന്നിട്ട് എന്റെ അടിമകളായി ജീവിക്കേണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കാതെ വന്നാലോ, ഒരുപക്ഷേ ഈ ഭൗതിക ലോകത്ത് തന്നെ നിങ്ങൾ വേണ്ടാത്തത് ചെയ്താൽ ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും ആപത്തുകളും തന്നേക്കും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും വ്യഭിചാരത്തിന് പോകുന്നവന് എയ്ഡ്സ് രോഗം, മദ്യപാനത്തിന് പോകുന്നവന് ക്യാൻസർ രോഗം, അതുപോലെ 1000 പ്രയാസങ്ങൾ ഈ ഭൂമിയിൽ തന്നെ അവൻ തന്നേക്കും. അവനതിന് കഴിവുള്ളവനാണ്. എന്നാൽ പാരത്രിക ലോകത്ത് ചെയ്ത തെറ്റിന്റെ ശിക്ഷ നൽകപ്പെട്ടേക്കും. നന്മയെത്ര ചെയ്തോ അതിനൊക്കെയും പ്രതിഫലം തരും. അതവന്റെ കാരുണ്യമാണ്. അങ്ങനെ കാരുണ്യത്തിന്റെ പേരിൽ പ്രതിഫലം കിട്ടുന്നവർ അവരാണ് സ്വർഗാവകാശികൾ എന്ന് പറയുന്നത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗക്കാരായ ആളുകൾ ആ ദിവസം, ആ മഹത്തായ ദിവസം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അവരതാ ആ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തരണം ചെയ്യേണ്ടി വരാതെ അവര് സുഖിക്കുന്നവരായി. അതാ മറ്റുള്ള ജനങ്ങൾ, അതേ ധിക്കാരം പ്രവർത്തിച്ച ജനങ്ങൾ, അവിശ്വാസത്തിൽ മുഴുകിയ ജനങ്ങൾ, തെറ്റുകൾ പ്രവർത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ മാറി സ്വർഗക്കാര് വളരെ സന്തോഷത്തിലാണ്. അവര് നല്ല നല്ല വസ്തുക്കളുമായുള്ള ബന്ധത്തിലാണ്, ഭാര്യമാരുമായുള്ള ബന്ധത്തിലാണ്, അവരതാ സന്തോഷത്തിന്റെ ജീവിതത്തിലാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഇതതിന്റെ ഒരു തഫ്സീറാണ്. മറ്റൊരു തഫ്സീർ സഹോദരന്മാരെ, ഇത് അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നത് ആരോടാണ്? സ്വർഗക്കാര് സ്വർഗത്തിലെത്തി മഹാന്മാർ, നരകക്കാര് നരകത്തിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്, ധിക്കാരികൾ, അവിശ്വാസികൾ. ഇത് രണ്ടിന്റെയും ഇടയ്ക്കില്ലേ ഒരു കൂട്ടര്. ആരാണത്? സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്ത് അവർക്ക് സ്വർഗത്തിലേക്ക് മുൻകടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് നരകത്തിലേക്ക് അവരെ പറഞ്ഞേച്ചിട്ടുമില്ല. പാപം ചെയ്തു പോയ ദോഷികളായ ആളുകളാണ്. അല്ലാഹുവേ, സർവ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. പാപങ്ങളൊക്കെയും നീ കഴുകിത്തരണം റഹ്മാനേ. പാപികളായ നിലക്ക് ഒരൊറ്റ നൃത്തം നൃത്തപ്പെടുന്നൊരു കൂട്ടരുണ്ട്. അവരോട് പടച്ച റബ്ബിന്റെ വാക്കാണ്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗക്കാര് സ്വർഗത്തിൽ അവരുടെ പരിപാടികളിൽ സുഖിച്ചുകൊണ്ട് കഴിയുകയാണ് ജനങ്ങളെ. നരകക്കാരോ അവരങ്ങ് നരകത്തിന്റെ ഭാഗത്ത് പോയി അവരെ സ്വന്തം വിഷമത്തിലും ബേജാറിലും മുഴുകിയിരിക്കുന്നു ജനങ്ങളെ. ഇനി നിങ്ങൾക്കുള്ളതാരാണ്? നിങ്ങൾക്കുള്ളവൻ ഞാൻ തന്നെയാണ്. ഇങ്ങനെ അല്ലാഹു പറയുന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഏതാണെന്നറിയോ? സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ
നോക്കിയാൽ കാണാം മാ മിൻകും ബിഅസദ്ദ മുനാസദതൻ ഫിൽ ഹഖ്ഖില്ലദീ ഖദ് തബയ്യന ലക്കും. നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടാനുള്ള ഒരു അവകാശം കിട്ടാൻ വേണ്ടി നിങ്ങളത് ആ കോടതിയിൽ തർക്കിച്ച് പറയുന്നത് പോലെ മിനൽ മുഅ്മിനീന ലിഇഖ്വാനിഹിമുല്ലദീന കാനൂ ഫിന്നാർ, നരകത്തിൽ കടന്നുപോയ പാപികളായ ചിലർക്ക് വേണ്ടി അതാ മുഅ്മിനീങ്ങളായ മഹാന്മാരായ ഔലിയാക്കളും മഹത്തുക്കളും പടച്ചവനോട് തർക്കിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എന്താണ് അവര് തർക്കത്തിൽ അവര് പറയുന്നത്? കാനൂ യുസല്ലൂന മഅനാ കാനൂ യസൂബൂന മഅനാ. അല്ലാഹുവേ, ഞങ്ങളാണ് നീ സ്വർഗത്തിൽ കടക്കാൻ പറയുന്നു. ആ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം അപേക്ഷാസ്വരത്തിൽ പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? ലന്നദ്ഖുലൽ ജന്ന, ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. നീ സ്വർഗം തന്നാൽ ആ സ്വർഗത്തിൽ ഞങ്ങൾ കടക്കൂല. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ മഹ്ബൂബീങ്ങളായ ഔലിയാക്കളാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഞങ്ങൾ സ്വർഗത്ത് കടക്കൂല അല്ലാ. ഏതുപോലെ സ്നേഹത്തിന്റെ പേരിൽ ചെറിയ കുട്ടി പറയാറുണ്ട്, എനിക്കത് വാങ്ങിത്തരണമില്ലെങ്കിൽ ഞാൻ കഞ്ഞി കുടിക്കൂല. കഞ്ഞി കുടിച്ചില്ലേ ഉമ്മ ബേജാറായി പോകുന്നത് കൊണ്ടല്ല, ഉമ്മ പട്ടിണിയാകുന്നത് കൊണ്ടല്ല, കഞ്ഞി കുടിച്ചില്ലെങ്കിൽ കേടി കുട്ടിക്ക് തന്നെയാണെങ്കിലും ഉമ്മാന്റെ കാരുണ്യം കൊണ്ട കുട്ടിക്കതാ അതേ പറഞ്ഞ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു. എന്തിനാണത്? ഈ കുട്ടിയോടുള്ള കാരുണ്യമാണ്. എന്നാൽ ഉമ്മാന്റെ കാരുണ്യമൊക്കെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 100% ഇല്ലല്ലോ. രാജാവായ റബ്ബിനെ സ്നേഹിച്ച അടിമകൾ, രാജാവായ റബ്ബിങ്ങോട്ട് സ്നേഹിച്ച അടിമകൾ, അത്തരത്തിലുള്ള മഹാന്മാരല്ലേ ശരിയായ പരിപൂർണ മുഅ്മിനീങ്ങളായ ഔലിയാക്കൾ. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു മുസ്ലിമിനും തർക്കമില്ലല്ലോ, ബുഖാരി ഫീ ഫളിൽ ബുഖാരി മുസ്ലിമോ, ഒരു മുസ്ലിമിനും തർക്കമില്ലല്ലോ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിലെ ഹദീസിൽ എന്താ പറയുന്നത്? അള്ളാഹുവിനോട് അതാ മഹാന്മാര് തർക്കിച്ച് പറയുന്നു. ചെറിയ പിഞ്ചുമക്കൾ ഉമ്മാനോട് തർക്കിച്ച് പറയും പോലെ പറയുന്നു, ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്ത് വേണം? ഞങ്ങളെ കൂടെ നിസ്കരിച്ച കുറെ ആളുകളുണ്ട്, ഞങ്ങളെ കൂടെ നോമ്പെടുത്ത കുറെ ആളുകളുണ്ട്, ഞങ്ങളെ കൂടെ ഹജ്ജ് ചെയ്ത കുറെ ആളുകളുണ്ട്. അവരെ നരകത്തുനിന്ന് സ്വർഗത്തിലെത്തിക്കാതെ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. സുബ്ഹാനല്ലാഹ്. എന്തിയെ പറഞ്ഞു? ഞങ്ങളെ കൂടെ നോമ്പെടുത്തവരെന്നോ? അങ്ങനെ നോമ്പിന് ഇമാമും ജമാഅത്തും ഉണ്ടോ? ഞങ്ങളെ കൂടെ നോമ്പെടുത്തവര് അങ്ങനെ ഇമാമും ജമാഅത്തുണ്ടോ? സുഹൃത്തുക്കളെ, നോമ്പിന് നിസ്കാരമാണെങ്കിൽ വേണമെങ്കിൽ ഇമാമും ജമാഅത്തും എന്ന് നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചു എന്നല്ല, ഇമാമും ജമാഅത്തുമായി നോമ്പെടുത്തു എന്നല്ല. മറിച്ച് ഞങ്ങൾ ഏതൊരാശയത്തിലാണോ അതേ ആശയത്തിൽ ജീവിച്ചവർ. ഞങ്ങൾ എത്രയാണോ നിസ്കാരത്തിന്റെ ഫർള് പഠിപ്പിച്ചത്, ഞങ്ങൾ എത്രയാണോ നിസ്കാരത്തിന്റെ ശർത്ത് പഠിപ്പിച്ചത്, ഞങ്ങൾ എങ്ങനെയാണോ നോമ്പ് പഠിപ്പിച്ചത്, ഞങ്ങൾ എങ്ങനെയാണോ മാസം ഉറപ്പിച്ചത്, ഞങ്ങൾ എങ്ങനെയാണോ നിസ്കാരത്തിന്റെ റകഅത്ത് തീരുമാനിച്ചത്, ഞങ്ങൾ എങ്ങനെയാണോ ജുമുഅ നിസ്കാരവും അതിന്റെ ഖുത്ബയും അതിന്റെ ഭാഷയും ഒക്കെ ഞങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചത്, അങ്ങനെ ഞങ്ങളെ കൂടെ കൂടി നിസ്കരിച്ചവർ, ഞങ്ങളെ കൂടെ കൂടി നോമ്പെടുത്തവർ, ഞങ്ങളെ കൂടെ കൂടി കർമ്മങ്ങൾ ചെയ്ത കുറെ ആളുണ്ട്. അവരുടെ ദുർബല നിമിഷങ്ങളിൽ അവരിൽ നിന്ന് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകാം. അത്തരം കക്ഷികൾ നരകത്തിലേക്ക് പോകുകയാണ്. റബ്ബേ, ആ നരകത്തിലുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാതെ, അവരെ നരകത്തുനിന്ന് കയറ്റാതെ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല അല്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുസ്ലിമീങ്ങളെ. അപ്പൊ അള്ളാന്റെ മറുപടി എന്താ? എന്നാ നിങ്ങൾ കൂടി നരകത്ത് പോയിക്കൊള്ളിന? അങ്ങനെ പറയുന്നവനല്ലല്ലോ കരീം. അവനതാ വലിയ മാന്യനല്ലേ, അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവല്ലേ.
ആ രാജാവ് ഈ മഹാന്മാരെ ബഹുമാനം ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണിത്. അതേ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ നരകത്തിന്റെ ഭാഗത്ത് പോയിട്ട് അഖ്രിജൂ മിനന്നാരി മൻ അറഫ്തും, നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കേറ്റിക്കോളൂ. അവർക്ക് പരിചയമുണ്ടാകണമെങ്കിൽ അവരുമായി ആത്മീയ ബന്ധം വേണേ മുസ്ലിമേ, വെറുതെ അല്ലാ. റളിയല്ലാഹു അൻ അഹ്ലി ബദരി റളിയല്ലാഹു അനി ശുഹദാ റളിയല്ലാഹു അൻ അഹ്ലി ബദരി റളിയല്ലാഹു അൻ ശുഹദാഇ എന്നൊക്കെ ചൊല്ലുന്നത് വെറുതെയല്ല, അവരുമായി ആത്മീയ ബന്ധമുണ്ടാകലാണ്. ആ ആത്മീയ ബന്ധമുള്ള മഹാന്മാർ അവരല്ലേ പരിചയമുള്ളവർ. ആ പരിചയമുള്ളവരെയൊക്കെ നരകത്തുനിന്ന് കയറ്റിക്കൊള്ളാൻ അല്ലാഹു തആല പറയുന്ന സമയത്ത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫയുഖ്രിജൂന ഖൽഖൻ കസീറാ, ധാരാളം ആളുകളെ നരകത്തിൽ നിന്നവരതാ പുറപ്പെടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവർ കൊണ്ടുവന്നു. പിന്നെയും അല്ലാഹ് ചോദിക്കുന്നു, അതേ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? പരിചയമുള്ള ആരെയും ഞങ്ങൾ ബാക്കി വെച്ചിട്ടില്ല അല്ലാഹ്. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. പരിപൂർണ മുരീദാണോ? തീരെയില്ല. മുരീദിന്റെ രംഗത്ത് തശബ്ബുഹായി മുരീദിനെ പോലെ നടന്നു, പക്ഷേ എന്നാലും അബദ്ധങ്ങൾ വന്നുപോയവനാണോ? എന്നാൽ അതാ കയറ്റിപ്പോയി കേട്ടോ. ഇരിക്കട്ടെ, അങ്ങനെ മഹാന്മാര് ഞങ്ങൾക്ക് പരിചയമുള്ള ആരും നരകത്തിലില്ലെന്ന് പറയുമ്പോഴാണ് അല്ലാഹ് പറയുന്ന, ഒന്നുകൂടി പൊയ്ക്കോളൂ നിങ്ങൾ നരകത്തിന്റെ സമീപത്തേക്ക്. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് അതാ ഒരു സ്വർണ്ണ നാണയത്തിന്റെ അത്ര നന്മ ചെയ്ത വല്ലവരുമുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കയറ്റിക്കോളൂ. പിന്നീട് അവിടുന്ന് ചുരുക്കി ചുരുക്കി പറയട്ടെ, ഓരോ പ്രാവശ്യമായി അവസാനം ഒരു അണുമണി തൂക്കം നന്മ ചെയ്ത മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് കയറ്റാൻ ഔലിയാക്കൾക്ക് അല്ലാഹ് അവസരം കൊടുത്തു. എല്ലാവരെയും അവർ നരകത്തുനിന്ന് കയറ്റിക്കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. എന്നാൽ അവസാനം അല്ലാഹ് പറയുന്നു, എന്താ പറയുന്നത്? അതേ, എല്ലാ ആളുകളും ശഫാഅത്തുൽ മലായികത്തു വന്നബിയൂന വൽ മുഅ്മിനൂൻ, അംബിയാക്കളെ റെക്കമെൻഡ് നടന്നു, മലക്കുകളെ റെക്കമെൻഡ് നടന്നു, ഔലിയാക്കളായ മുഅ്മിനീങ്ങളെ റെക്കമെൻഡ് നടന്നു. അവരൊക്കെ പലരെയും രക്ഷപ്പെടുത്തി പോയി. ഫലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ. ഇനി ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ സർവ നന്മയും പടക്കുന്ന രാജാവല്ലാതെ ആരുമില്ല. അവന്റെ വകയിൽ ഈമാനുള്ള ജനങ്ങളെ ഒരു കർമ്മവും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് മരിക്കുമ്പോൾ ഈമാനുണ്ട്. അങ്ങനത്തെ വലിയ സമൂഹത്തെ അല്ലാഹ് അവന്റെ വകയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇങ്ങനത്തെ പല രംഗങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലുണ്ട്. അക്കൂട്ടത്തിൽ സുഹൃത്തുക്കളെ, പാപം ചെയ്ത കക്ഷികൾ സ്വർഗത്തിലെത്താതെ നരകത്തിലേക്കൊട്ടവർ പോയിട്ടുമില്ല. അവരങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹ് പറയാണ്, ഇന്നാ അസ്ഹാബൽ ജന്നത്തിൽ സ്വർഗവാസികൾ മഹാന്മാർ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് റബ്ബ് പറയുന്നത്, സ്വർഗക്കാര് സ്വർഗത്തിലെത്തി അവിടുത്തെ പരിപാടിയിലാണ്. നരകവാസികളായ കുറെ അവിശ്വാസികൾ അവർ നരകത്തിൽ അവരുടെ ബേജാറിലുമാണ്. നിങ്ങൾക്കിപ്പോൾ കാരുണ്യം ചെയ്യാൻ ഞാൻ മാത്രമാണ്. അങ്ങനെ പറയുന്നൊരു സന്ദർഭവുമുണ്ടെന്ന് പണ്ഡിതന്മാർ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, സ്വർഗത്തിലെത്തിയ മനുഷ്യരോ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. മനുഷ്യന് ശരിയായ സന്തോഷമുള്ള രംഗത്തെത്തുമ്പോ
ഏതൊരു മനുഷ്യനും തോന്നുമല്ലോ എന്നെ പോലത്തെ കക്ഷികളും ഇവിടെ എത്തണമെന്ന്. അതേ, ഒരു ദർസിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമ് വളരെ സന്തോഷമുള്ളൊരു രംഗത്തെത്തുമ്പോ അവന്റെ മനസ്സിൽ അവന്റെ ശരീക്കന്മാരും എത്തണമെന്ന് തോന്നുമല്ലോ. ഇതുപോലെ തന്നെ ഒരു ഭർത്താവ് ഒരു സ്ഥലത്തെത്തുമ്പോ എന്റെ ഭാര്യയും കൂടി ഇവിടെ വേണ്ടിയിരുന്നു എന്നാലോചിക്കുമല്ലോ. ഭാര്യ ഒരു നല്ല സ്ഥലത്തെത്തുമ്പോ ഭർത്താവിനെയും കൂടി ആഗ്രഹിക്കുമല്ലോ. സ്വാഭാവികമല്ലേ? അതുകൊണ്ട് തന്നെ സ്വർഗവാസികൾക്ക് അവരുടെ അനുഗ്രഹം പൂർത്തീകരിക്കാൻ അല്ലാഹു പറയുന്നു, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഒരു തഫ്സീർ, അവരെ പോലെയുള്ള കക്ഷികളും അവരുമതാ സ്വർഗത്തിൽ നല്ല തണലുകളിലായി, അതേ നല്ല അലങ്കരിക്കപ്പെട്ട കട്ടിലിന്റെ മേലെയായി അവർ ചാരിയിരിക്കുന്നു. അങ്ങനെ ചാരിയിരിക്കുന്നവരാണവർ. അവരുടെ കൂട്ടാളികൾ അവരെ കൂടെയുണ്ട്. അവന്റെ കൂടെ ദീനിന്റെ പ്രവർത്തനം നടത്തിയവരുണ്ട്, അവന്റെ കൂടെ പഠിച്ചവരുണ്ട്, അവന്റെ കൂടെ നിസ്കരിച്ചവരുണ്ട്. അങ്ങനെ അവർക്കുള്ള അസ്വാജ് എന്നതിന്റെ ഒരു തഫ്സീർ തന്നെ അവനോട് തുല്യമായ പ്രവർത്തനം നടത്തിയവരുണ്ടെന്നാണ്. മറ്റൊരു തഫ്സീർ അവനവന്റെ ഇണകളുണ്ടെന്നാണ്. ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അലൽ അറായികി മുത്തഖിഊൻ. അവരതാ അലങ്കരിക്കപ്പെട്ട അതേ പുതിയാപ്പിളിന്റെ അറകളിൽ കാണപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള കട്ടിലുണ്ടല്ലോ, അതൊന്നുമല്ല കേട്ടോ ഇത്. അതിനേക്കാൾ എത്രയോ ഭംഗിയുള്ള അലങ്കരിക്കപ്പെട്ട സ്വർഗത്തിലെ കട്ടിലുകളുടെ മേലിൽ അവർ ചാരിയിരിക്കുന്നവരാണ്. ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ. ആ സ്വർഗത്തിൽ അവർക്ക് വേണ്ട ഫ്രൂട്ട്സുകളുണ്ട്, ആവശ്യമുള്ള പഴങ്ങളുണ്ട്, സന്തോഷത്തിനും രുചിക്കും വേണ്ടി തിന്നുന്ന എല്ലാ വസ്തുക്കളുമുണ്ട്. വലഹും മാ യദ്ഊൻ. അവർക്ക് എന്താണോ അവർ നേരത്തെ കിട്ടുമെന്ന് ചിന്തിച്ചത് അതെല്ലാം ഉണ്ട്. ഇപ്പോൾ അവർക്ക് എന്താണോ വേണമെന്ന് തോന്നുന്നത് എല്ലാമുണ്ട്. എല്ലാം അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. അതിന്റെ പുറമെയോ ഓ സഹോദരന്മാരെ, അതിന്റെ പുറമെയോ ചോദിക്കട്ടെ, ഒരു മനുഷ്യന്റെ കല്യാണത്തിനൊരാള് വന്നു. ആ വന്ന മനുഷ്യന് ബിരിയാണി കിട്ടി. പക്ഷേ കല്യാണത്തിന് ക്ഷണിച്ച പുരക്കാരനെ കാണാൻ കഴിഞ്ഞില്ല. ആ പുരക്കാരനുമായൊന്ന് സലാം പറയാൻ കഴിഞ്ഞില്ല. എന്നാലുണ്ടോ അദ്ദേഹത്തിന്റെ സന്തോഷം പൂർത്തിയാകുന്നു. മറിച്ച് ആദരിക്കുന്ന സൽക്കാരം നടത്തുന്ന വ്യക്തിയെ ഒന്ന് കാണണ്ടേ, അദ്ദേഹത്തുമായി ഒന്ന് സലാം പറയണ്ടേ, ആ അദ്ദേഹത്തിൽ നിന്നൊരു വാക്ക് കേൾക്കണ്ടേ. അപ്പോഴല്ലേ സന്തോഷം പൂർണ്ണമാകുന്നത്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എല്ലാം തന്നവനായ അല്ലാഹ്, സൽക്കർമ്മത്തിന് ഭാഗ്യം തന്ന അല്ലാഹ്, സർവ അധികാരവുമുള്ള അല്ലാഹ്, അവൻ വലിയ അധികാരസ്ഥനാണെങ്കിലും അവന്റെ അടിമകളോട് അവനതാ സലാമിന്റെ സന്ദേശം അവൻ കൈമാറുന്നു. റഹീം, കാരുണ്യം ചെയ്യുന്ന റബ്ബ്, അധിപനായ റബ്ബ്, അവനിൽ നിന്ന് ഡയറക്റ്റ് തന്നെ അവരതാ സലാമിന്റെ സന്ദേശം സ്വീകരിക്കുന്നു. സ്വർഗവാസികൾ സുബ്ഹാനല്ലാഹ്, അവർക്കുള്ള അലങ്കാരങ്ങളും സന്തോഷങ്ങളും ഒന്നിനും ഒരു കുറവുമില്ല. വയമൻ ലഹ ഇന്നൽ മഹസീന കുല്ലഹാ ബിദാരിൻ ബിഹാ മാലാ അലൽ ഖൽബി യഖ്തുറു വലാ സമിഅത് ഉദുനുൻ വലൽ ഐനു അബ്സറത് വമാ തസ്തഹി النفس في الحال يحضر
അതല്ലേ മഹാന്മാര് പറഞ്ഞത്, എല്ലാ നന്മകളും ആ വീട്ടിലുണ്ട്. ഒരു മനസ്സിലും ഉദിക്കാത്ത സന്തോഷങ്ങളുണ്ട്, ഒരു കാതും കേൾക്കാത്തതുണ്ട്, ഒരു കണ്ണും കാണാത്തതുണ്ട്. മനുഷ്യന്റെ മനസ്സാശിക്കുന്നതെന്തോ അതെല്ലാം അവിടെയുണ്ട്. അതേ മിനദ്ദുർനി വൽ യാഖൂതി തുബ്നാ ഖുസൂറുഹാ വമിൻ ദഹബിൻ മഅഫില്ലത്തിൻ ലാ തുഗയ്യിറൂ. അവിടെയുള്ള മാളികകളില്ലേ, നിങ്ങളുടെ ഗ്രാനൈറ്റ് അല്ല കേട്ടോ, നിങ്ങളെ മാർബിളല്ല കേട്ടോ, മുത്തിന്റെയും യാഖൂത്തിന്റെയും ഒക്കെ അതാ വൈരങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മാളികകളുണ്ട്. അതുപോലെ തന്നെ അത് കൊത്തിവെക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്, കട്ടിലുകളുണ്ട്. സ്വർണ്ണത്തെ മാളികകളുണ്ട്, വെള്ളിയുടെ മാളികകളുണ്ട്. അവിടെ നിങ്ങൾ ഏത് പക്ഷിയുടെ ഏത് മാംസമാണോ ആശിക്കുന്നത്, ഏത് രുചിയുള്ള ഏത് ഫ്രൂട്ട്സാണോ നിങ്ങൾക്ക് വേണ്ടത്, ഏതും നിങ്ങൾക്ക് അതാ തെരഞ്ഞെടുക്കാം. الخمر نهران جوفها ونهران ألبان وماء يفجر. അവിടെയതാ തേനിന്റെ അതുപോലെ ലഹരിയില്ലാത്ത അതേ ഖംറിന്റെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് നദികളുണ്ട്. പ്രത്യേകം 2 നദികൾ അതിൻ്റേത് തന്നെയുണ്ട്. വനഹ്റാനി അൽബാനുൽ വമാഉൻ യുഫജ്ജറൂ. പാലിന്റെ നദിയുണ്ട്, വെള്ളത്തിന്റെ നദിയുണ്ട്. അതുപോലെ തന്നെ വഅലി ഹരീരിൻ ഫുർസുഹാ വലിബാസുഹാ വഹസ്ബുഹാ വത്തുറുബു മിസ്കും വജൗഹറൂ. ഹദീസിൽ വന്ന ഓരോ കാര്യങ്ങളും മഹാന്മാരായ ഇമാമിങ്ങൾ പദ്യമായി ചൊല്ലിയതാണ്. സുഹൃത്തുക്കളെ, മുന്തിയ പട്ടുകളുണ്ട്, അവിടുത്തെ വിരിപ്പുകൾ, അവിടുത്തെ വസ്ത്രങ്ങൾ, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ കല്ലുകളോ അതിന്റെ മണ്ണുകളോ കസ്തൂരിയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പറഞ്ഞാലുണ്ടോ തീരുന്നു. വമിൻ സഫറാനിൻ നബ്തുഹാ വഹശീസുഹാ വമിൻ ജൗഹരിൻ നസ്ജാറുഹാ തിൽക തുസ്മിറൂ. അങ്ങനെ എത്രയോ വസ്തുക്കൾ, എല്ലാ വിധത്തിലും കുങ്കുമങ്ങളും, അതുപോലെ തന്നെ ഒരുപാട് പഴങ്ങൾ ഉണ്ടാകുന്ന മരങ്ങളും. സുബ്ഹാനല്ലാഹ്. വഅക്വാബുഹാ മിൻ ഫില്ലത്തിൻ ലകബീറതു അലാ ശാരിബിൻ മിൻഹാ വലാ ഹിയ തസ്ഗറൂ. അവർ കുടിക്കുന്ന പാത്രം തന്നെ, ആ പാത്രത്തിൽ അവർക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണോ അതിന് കണക്കായ പാത്രം, വലിപ്പം കൂടുതലില്ല, കുറവില്ല. സുബ്ഹാനല്ലാഹ്. വമർകൂബുഹാ ഖൈലും മിനൻ നൂരി വൽ ബഹാ വമിൻ ജൗഹരിൻ വൽ ബുഖ്തു നൂറൻ തുസവ്വറൂ. പ്രകാശത്താലുള്ള കുതിരകളുണ്ട്, ആ കുതിരയുടെ മേലെ സവാരിയുണ്ട്. അതുപോലെ തന്നെ അവിടെ അതാ ഒരുപാട് നന്മകളുണ്ട്. വസ്വാജുഹാ ഹൂറുൻ ഹിസാനും കവാഇബു റബീബു അബ്കാറും ബിഹന്നൂറു യസ്ഹറൂ. വളരെയേറെ സൗന്ദര്യമുള്ള ഭാര്യമാരുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താക്കന്മാർ സ്വർഗവാസികളാണെങ്കിൽ ദുന്യാവിലുള്ള ഭർത്താക്കന്മാര് തന്നെ ലോകത്ത് ഏറ്റവും ഭംഗിയുള്ളവരായി അവർക്ക് ഭർത്താവായിട്ടുണ്ട്. ഏത് ഹൂറുല്ലീങ്ങൾ സ്വർഗത്തിലുണ്ടെങ്കിലും ഉമ്മമാരെ, ഇവിടെ വെച്ച് പോയ സ്ത്രീകൾ, ആ സ്ത്രീകൾ സ്വർഗാവകാശികളാണെങ്കിൽ അവരുടെ ഭംഗി പോലെ ഒരു ഭംഗി ഒരു സ്ത്രീക്കും വേറെ അല്ല കൊടുക്കുന്നില്ല. ആ സ്ത്രീകൾ സ്വന്തം ഭർത്താവിന്റെ കൂടെയുണ്ട്.
അങ്ങനെ എല്ലാ മഹത്വങ്ങളും ഒത്തിണങ്ങിയ സ്ഥലം അതല്ലേ സ്വർഗം. ഇപ്പോഴതിലേക്ക് കടന്നാൽ എത്ര ദിവസം പറഞ്ഞാലുണ്ടോ തീരുന്നു. ഓ മുഅ്മിനീങ്ങളെ, ഈ സ്വർഗം തടയപ്പെട്ടു പോകുന്നൊരു കൂട്ടരുണ്ട് കേട്ടോ.